വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ സ്തുതിക്കും. നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങളാണ്. ആദ്യമായിട്ട് കൊടകരയിൽ നിന്നും മേഴ്സി ജോൺസൺ ആണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. ഇത് ഒരു സാധാരണ സാക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. ദൈവം ചെയ്ത വലിയൊരു അത്ഭുതമായിട്ട് നമുക്കതിനെ കാണാം. കർത്താവ് ചെയ്യുന്നതെല്ലാം അത്ഭുതമാണ്. അതൊരു ചെറിയ തലവേദന മാറിയാൽ പോലും അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. അത് വലിയ അത്ഭുതമാണ്. എന്നാൽ ഈ സിസ്റ്ററിനുണ്ടായതെന്ന് വെച്ചാൽ, ഈ സിസ്റ്ററിൻ്റെ ബ്രസ്റ്റിൽ ക്യാൻസർ ആയതിനെ തുടർന്ന് തൻ്റെ ശരീരത്തിൽ നിന്ന് മുഴ നീക്കം ചെയ്യാനിടയായി. അതേ തുടർന്ന് ചെറിയ ഇൻഫെക്ഷനും മറ്റു കാര്യങ്ങളും ഉണ്ടായി. വളരെ പ്രയാസത്തോടെയായിരുന്നു. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ ഇൻഫെക്ഷൻ മാറിപ്പോയി. എന്നാൽ ആ ഭാഗത്ത് ഒരു ഹോള് പോലെയായിരുന്നു. എന്നാൽ മീറ്റിങ്ങിൽ കടന്നു വന്ന സമയത്ത് ബ്രദർ ആ സിസ്റ്ററിനോട് പറഞ്ഞു, ആ ഹോൾ ഇപ്പോൾ നികരാൻ പോവുകയാണ്. ആ സ്പോട്ടിൽ തന്നെ തൻ്റെ ശരീരത്തിൽ ഹോളായിരുന്ന ആ ഭാഗത്ത് മാംസം വന്ന് നികരുവാനിടയായി. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അത് കണ്ടറിയുക തന്നെ വേണം. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ തൻ്റെ ഒരു ചെവിക്കും കണ്ണിനും പ്രയാസമുണ്ടായിരുന്നു. അതും കർത്താവ് സൗഖ്യമാക്കാനിടയായി. നമുക്ക് ആ അത്ഭുത സാക്ഷ്യത്തിലേക്കൊന്ന് പോകാം. ഈ സിസ്റ്ററിന്റെ പേര് മേഴ്സി ജോൺസൺ എന്നാണ്. സിസ്റ്റർ വരുന്നത് കൊടകരയിൽ നിന്നാണ്. കഴിഞ്ഞ മീറ്റിംഗിൽ ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് സിസ്റ്റർ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. സിസ്റ്റർക്ക് കഴിഞ്ഞ നവംബറിൽ ക്യാൻസർ വന്നതിനെ സംബന്ധിച്ചിട്ട് റൈറ്റ് ബ്രസ്റ്റില് ഒരു മുഴയുണ്ടായിരുന്നു. അതിനോട് ചുറ്റുമുള്ള കുറച്ച് ലിംഫ് നോഡ്സും ഒക്കെ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് സിസ്റ്റർ വന്നു. ഒരു മുഴ, ക്യാൻസറിന്റെ മുഴ റിമൂവ് ചെയ്തു കഴിഞ്ഞ നവംബറിൽ. അപ്പൊ അത് റിമൂവ് ചെയ്തതിനെ തുടർന്ന് ആ ഭാഗം അത് ഇൻഫെക്റ്റഡ് ആയി. ഒരു 15 ദിവസത്തോളം സിസ്റ്റർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. എത്ര മരുന്നുകൾ ചെയ്തിട്ടും ആന്റിബയോട്ടിക്കുകളൊന്നും ഫലിക്കാത്ത ഒരവസ്ഥയിലേക്ക് അത് കടന്നു വന്നു. അതിനുശേഷം സിസ്റ്റർക്ക് അതിൽ നിന്ന് ദൈവം പ്രാർത്ഥനയോടെ ഇരുന്നപ്പോൾ സൗഖ്യം കൊടുത്തു. സിസ്റ്റർ കഴിഞ്ഞ മീറ്റിങ്ങിൽ കടന്നു വന്നപ്പോൾ ബ്രദർ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുകയുണ്ടായി. റൈറ്റ് ബ്രസ്റ്റില് മുഴ എടുത്ത് മാറ്റിയതിനെ തുടർന്ന് ഒരു ഹോള് പോലെ, അതായത് ഒരു കുഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു സഹോദരിയെ സൗഖ്യമാക്കുന്നു എന്ന് ബ്രദർ പറഞ്ഞു. ആ നിമിഷം തന്നെ അത് പൂർണ്ണമായി ആ കുഴി മുഴുവനായിട്ട് തോർന്നു പോകാനായിട്ട് ഇടയായി എന്നാണ് പറയുന്നത്. ഇത് നമ്മളോട് പറയുന്ന ആള് MBBS ഡോക്ടറാണ്. ഏത് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാനിപ്പോ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അങ്ങനെ നടക്കുമോ? ഇല്ല, ഇമ്പോസിബിൾ ആണ്. നടക്കത്തില്ല. വൈദ്യശാസ്ത്ര പ്രകാരം നടക്കത്തില്ല. നിങ്ങൾ ആരും കൈയടിക്കാത്ത എന്ന് പറഞ്ഞ ബ്രസ്റ്റിലെ ഒരു ഭാഗം റിമൂവ് ചെയ്തു മുഴയോട് കൂടെ, അങ്ങനെയല്ലേ? ബ്രസ്റ്റിലെ ഒരു ഭാഗം റിമൂവ് ചെയ്തു, ഒരു ഭാഗം പോയി. ആ ഭാഗത്ത് ഇപ്പൊ മാംസമുണ്ട്. എഴുന്നേറ്റ് ഒന്നൊരു കൈയടി കൊടുക്കാത്ത എന്താ? എന്നോട് ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം പറയട്ടെ. നഷ്ടപ്പെട്ട അവയവങ്ങൾ, വിരലില്ലാത്തവർക്ക് വിരലുണ്ടാവും, കാലില്ലാത്തവർക്ക് കാലുണ്ടാവും. നിങ്ങൾ കൈയടിക്കുന്നതും കേൾക്കുന്നില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. ഒന്നും കൂടെ ചേർന്ന് കൈയടിച്ചു ആമേൻ പറ. ശബ്ദം ഉയർത്തോ. ഇതതിന്റെ തെളിവാണ്. നിങ്ങൾക്ക് അതിശയമായിട്ട് തോന്നുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ട്? എന്നോട് ആരോ ഒരാൾ ചോദിച്ചൊരു ചോദ്യം, ശ്രദ്ധിക്കണേ. ഒരു മാംസം അല്ലെങ്കിൽ ഒരു ട്യൂമർ റിമൂവ് ചെയ്തു, ആ ട്യൂമർ സൗഖ്യമായാൽ കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷെ ട്യൂമർ റിമൂവ് ചെയ്ത സ്ഥലത്തുനിന്ന് അവിടെ ഒരു മാംസം ഉണ്ടായിട്ട് എന്താ പ്രത്യേകതയുള്ളത്?
അപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് സംസാരിക്കാൻ തോന്നിയില്ല. കാരണം അയാൾക്ക് ദൈവിക അത്ഭുതങ്ങളെ വലുതായി തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു തൻ്റെ ശരീരത്തിലെ മാംസം മാറ്റിയതിന് ശേഷം, റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ അത് തിരിച്ചു വന്നാൽ ഇയാളുടെ സ്ഥിതി എന്തായിരിക്കും? നമുക്ക് അൺഇമാജിനബിളാ. കർത്താവിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ കാര്യമല്ലേ? അത് നിങ്ങളോട് പറയുക, എൻ്റെ കർത്താവിന് എന്തും ചെയ്യാൻ പറ്റും. ഒന്ന് കൈ അടിച്ചു കർത്താവിനെ ആരാധിച്ച്. ഞാൻ നിങ്ങളോട് ചിലരോടൊരു ദൂത് പറയട്ടെ. ഇന്ന് നിങ്ങൾ മടങ്ങി പോകുമ്പോൾ നഷ്ടപ്പെട്ട് ചില തിരിച്ചു വരട്ടെ. ഓ, നിങ്ങളുടെ ശബ്ദം കേട്ടില്ല. ഇന്ന് പകൽ നിങ്ങൾ മടങ്ങി പോകുമ്പോൾ നഷ്ടപ്പെട്ടത് ചിലർ തിരിച്ചു വരട്ടെ. നഷ്ടപ്പെട്ട അവയവങ്ങൾ തിരിച്ചു വരട്ടെ. ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയത് ചിലത് തിരികെ വരട്ടെ. ഒരിക്കലും ഇനി വരത്തില്ല എന്ന് പറയുന്നത് തിരികെ വരട്ടെ. ഒരിക്കലും തിരികെ വരാൻ കഴിയത്തില്ലെന്ന് പറയുന്നത് മാറ്റപ്പെടട്ടെ. ആ കൈകളൊന്ന് അടിച്ചു കർത്താവിനെ സ്തുതിച്ച്. എനിക്ക് തോന്നുന്നു ഈ ചേച്ചി പണ്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഈ ക്യാൻസർ ആയ സമയത്ത് മനസ്സൊന്ന് ഇടിഞ്ഞു പോയി. ആകെ വിഷമത്തിലായി, പെട്ടെന്ന് പിന്നെ ആകെ ഡൗൺ ആയിപ്പോയി. ഞാൻ സ്പിരിച്വലി ഡൗൺ ആയിപ്പോയി. ഇപ്പൊ കർത്താവിന് നമ്മളോട് പറയാനുള്ള എന്നാന്നറിയോ? ഓപ്പറേഷൻ ചെയ്യണക്ക് മുമ്പ് കർത്താവിനെ നമുക്ക് വിശ്വസിക്കാമായിരുന്നു, ഉറപ്പിക്കാമായിരുന്നു. ഇനി ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു. പക്ഷെ അതിന് നടുവിൽ ദൈവം ഒന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കയ്യോട് ഭയങ്കര പിടുത്തൊക്കെ ആയിരുന്നു, ഭയങ്കര പ്രയാസമായിരുന്നു. ടോട്ടലി ഫുള്ളും ആൾ ഡൗൺ ആയി, മെന്റലി ഒക്കെ. അന്നത്തോടു കൂടി പുള്ളി ഭയങ്കര ഹാപ്പിയായി, ഫ്രീ ആയി. ആ ഭാഗത്ത് കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. കണ്ണിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് വന്ന് കണ്ണിന് കാഴ്ചപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടറോട് പറഞ്ഞു മരുന്ന് ചെയ്യണ കാരണം പറഞ്ഞു അത് ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അന്നേരം തിരിച്ച് വീട്ടിലേക്ക് എന്നോട് പോകുമ്പോൾ പറഞ്ഞു എൻ്റെ കണ്ണിലേക്ക് ഇപ്പം അങ്ങനെ വരണില്ലല്ലോ, നോക്കുമ്പോൾ ഇങ്ങനെ വരും, കണ്ണിന് കാഴ്ച മങ്ങും. ഒരു കണ്ണ് ഒരു വെള്ള വെളിച്ചം ഇങ്ങനെ റൗണ്ട് അടിക്കും ഇങ്ങനെ. അപ്പം ഞാൻ പറയും എൻ്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, ഇത് മാറ്റാം. ഡോക്ടർ ചോദിക്കും കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയും ഇല്ലാന്ന്. കാരണം എന്ന് വെച്ചാൽ മരുന്നിലല്ലോ, ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിലേക്ക് വരാൻ പറ്റി. അത് വിശ്വസിക്കും. ഇത് ഞാൻ ചോദിച്ചോ, ഈ ബ്രസ്റ്റിന്റെ അവിടെ റിമൂവ് ചെയ്തതിനു ശേഷം അവിടെ മുഴുവൻ വലിച്ചില്ലായിരുന്നു? അവിടെ എനിക്കൊരു ഭാരം കയറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് കർത്താവിനെ ചോദിക്കുന്നത് ആ ഭാഗം, കാരണം ഒരു ഭാഗം റിമൂവ് ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്, അവിടെ ആ മാംസം എല്ലാം പ്രയാസമായിരുന്നു. ഈ ഭാഗം മൊത്തം എനിക്ക് കയ്യൊക്കെ മരയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ എലാസ്റ്റികത പോയി, ഇവിടുന്ന് മൊത്തം മരയിച്ചിട്ട് എനിക്ക് ഒരു ഭാഗത്തെ മാംസം പോയി കഴിയുമ്പോൾ അവിടെ കുത്തിക്കെട്ടാനല്ലേ പറ്റത്തുള്ളൂ, അല്ലാതെ നേരെയാക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അവിടെയാണ് കർത്താവ് ഇറങ്ങി വന്ന് ചിലത് ചെയ്തത്. അങ്ങനെ ഭയങ്കര കാര്യമല്ലേ? ആ ബ്രൗൺ ഷോൾ ഇട്ട സിസ്റ്റർ അങ്ങ് വിളിച്ചേ, അവരോട് മുന്നോട്ട് വരാൻ പറഞ്ഞേ. സിസ്റ്ററിന് വയറ്റിൽ എന്തെങ്കിലും അസുഖമുണ്ടോ ഇല്ലയോ എന്നല്ലേ ചോദിക്കാൻ വരുന്നേ. പക്ഷെ നിങ്ങൾക്കൊരു സംശയമുണ്ട്, നിങ്ങളുടെ വയറ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുവോ. ഞാനതിനെ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യും. അതിൻ്റെ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ വയറിൻ്റെ ഇടതുവശത്ത് ഒരു പ്രശ്നമുണ്ട്. അതിനേക്കാൾ ഒരു കാരണമുണ്ട്, നിങ്ങളുടെ നെഞ്ചില് ഓപ്പറേഷൻ നടക്കുന്ന പോലെ എനിക്ക് കാണാം. ചേച്ചിക്കൊന്ന് പറയാമോ എന്താ സംഭവം? സർജറി കഴിഞ്ഞതാ ബ്രസ്റ്റില്. അതുകൊണ്ട് ഇവിടെ മുറിഞ്ഞായിരിക്കുന്നേ, ഈ കക്ഷത്തിനോട് ചേർന്നിരിക്കുന്ന ഭാഗം മുറിഞ്ഞായിരിക്കുന്നേ. നിങ്ങള് ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിട്ടുള്ള ഒരു അത്ഭുതം പറയട്ടെ. യൂട്യൂബിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടക്കുറവൊക്കെ വരാം, പക്ഷെ കേട്ടോ നല്ല കാര്യമാണ്. ഞങ്ങളുടെ ചർച്ച വരുന്ന ഒരു സിസ്റ്ററിന്റെ ക്യാൻസർ നിമിത്തം ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഒരു ബ്രസ്റ്റ് ഇല്ല അവർക്ക്, ഒരു ബ്രസ്റ്റേ ഉള്ളൂ. പക്ഷെ ചർച്ച വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. റിമൂവ് ചെയ്ത ബ്രസ്റ്റിന് പകരം പുതിയൊരു ബ്രസ്റ്റ് ഉണ്ട്. ഇത് ട്രിവാൻഡ്രം ചർച്ച നടന്ന കാര്യമോ സിസ്റ്ററെ? ഈ ഭാഗത്തെ മാംസം പോയി. നിങ്ങൾ കണ്ടോണേ ഇപ്പൊ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്ന. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൂടെ വാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. ഈ സിസ്റ്ററിന്റെ വലത്തെ നെഞ്ചിന്റെയും കക്ഷത്തിന്റെയും ഭാഗത്ത് ഒരു ഹോള് പോലെയാണോ? അതെ. അതെ.
നിങ്ങൾക്ക് വിശ്വസിക്കാവോ? ആ ഹോള് പോലുള്ള സ്ഥലം മാംസം കൊണ്ട് നിറയ്ക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇവർക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ചില ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് തോന്നി എന്റെ നെഞ്ചിന്റെ അവിടെ എന്താ വലിയുന്നത് പോലെ തോന്നി, ശരിക്കും തോന്നി. അപ്പൊ ആ ചിന്ത നിങ്ങൾ കളഞ്ഞു പറഞ്ഞു, കർത്താവേ എന്റെ യൂട്രസിൽ മുഴയൊന്നും വരരുതോ, ഇനി എന്റെ വയറ്റിൽ കൈ വെക്കരുതോ, എന്റെ ശരീരത്തിൽ കത്തി വെക്കരുതോ, ഞാനിനി ക്യാൻസർ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകല്ലേ. നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാ പറഞ്ഞ സംശയിക്കുന്നു ഞാൻ വിളിച്ചു പറഞ്ഞേ. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ സംശയം തീർക്കുന്ന കർത്താവ് ഈ സ്ഥലത്തെ മാംസത്തെ ഫിൽ ചെയ്യാൻ പോവാ. My God is alive. My God is alive. അങ്ങനെ അവിടോട്ട് കൈവച്ചേ. ചേച്ചിക്ക് ഭയങ്കരമായ ചില അത്ഭുതങ്ങൾ നടക്കുക. ചേച്ചിയുടെ വലത്തെ ചെവി അതിന് വ്യക്തമായ ഒരു കേൾവിക്കുറവുണ്ടാവും എന്ന് പറഞ്ഞ അതിനകത്തൊരു മുഴക്കം കേൾക്കും. ഇപ്പോ ആ ചെവി സൗഖ്യമാകും. ഇപ്പോൾ നിങ്ങൾക്കൊരു സൗഖ്യം ഉണ്ടാകും. സോറി, അവരുടെ നെഞ്ചിലോട്ട് കൈവച്ച് നോക്ക്. ഇവിടെ വെക്കണം, ഇവിടെ ഈ സൈഡില് ഇങ്ങനെ വെക്കണം. അവിടെയാ പ്രശ്നമുള്ളത്. ശരി, ഐ ആം സോ എക്സൈറ്റഡ്. നിങ്ങൾ എത്ര പേര് എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയത്തില്ല. ഐ ആം സോ എക്സൈറ്റഡ്. നിങ്ങൾ എത്ര പേര് പ്രതീക്ഷയോടെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. സിസ്റ്ററിന് തൊട്ടു നോക്കിയാൽ അവിടെ മാംസം വന്നത് അറിയാവോ? എനിക്ക് അറിയേണ്ടത് ഇപ്പൊ നിങ്ങൾ തൊട്ടു നോക്കി പറഞ്ഞാൽ മതി, പക്ഷേ അതിനുശേഷം ബാത്റൂമിൽ പോയി നോക്കണം. തൊട്ടു നോക്കിയിട്ടുള്ള കാര്യം പറ. ആ ഗ്യാപ്പ് ഫില്ലായി വരുന്നത് അറിയാവോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോ കുഴിഞ്ഞിരിക്കുമായിരുന്നു, ഇപ്പോ ചിലതുണ്ടാകുവോ? 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 സർജറി ചെയ്തതിന് ശേഷം അവിടെ കുഴിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ സിസ്റ്റർ പറയുകയാണ് പൂർണ്ണമായിട്ട് അത് പൊന്തി വന്നു. സിസ്റ്ററെ, ആ കുഴി നികന്നു പോയി. കൊടുത്ത മയക്ക് കുഴി നികന്നു. ആ ഓപ്പറേഷൻ ചെയ്ത് പോയ മാംസം ഇല്ല, തിരിച്ചു വന്നു. ഒന്ന് ഉറക്കൊരു ആമേൻ പറയാം. കർത്താവ് ചിലത് ചെയ്യട്ടെ. നമ്മുടെ ബുദ്ധിക്ക് അതീതമായി ചിലത് ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയുന്നതിനായി സ്തോത്രം ചെയ്യാൻ സന്തോഷം. ഇപ്പൊ കണ്ണിലെ പ്രയാസം മാറിപ്പോയി. അന്ന് തന്നെ മാറി. ആ കണ്ണിൽ ഈ വെള്ള റിങ് പോലെ വരുന്നതും അന്നത്തെ ദിവസം മാറിപ്പോയി. പിന്നെ ചെവിക്ക് പറഞ്ഞാലും ചെവിക്ക് കേൾവി കുറവുണ്ടെന്ന് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ പറയും എന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, എന്റെ മൊബൈലിന്റെ സിഗ്നൽ കുറവായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ അന്ന് ബ്രദർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ചെവിക്ക് കുറവായിട്ടാണ്. അന്നതോടെ അതും ക്ലിയർ ആയി. ആ ഒരു വശം അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞ ക്യാൻസർ വന്ന ഒരു സൈഡില് ചെവിയും പ്രശ്നമായിരുന്നു, കണ്ണും പ്രശ്നമായിരുന്നു. ആ ഭാഗം മുഴുവൻ സൗഖ്യമായി. കണ്ണും ശരിയായി, കാതും കേൾക്കാം. ഒന്ന് ചുണയായിട്ട് കൈയടിച്ചു പറഞ്ഞു. ഈ സിസ്റ്ററിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ, ജീവിതത്തിലുണ്ടായ അനുഭവം കേൾക്കുമ്പോൾ, ഇങ്ങനെയും ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഇതുവരെ തിരിച്ചറിയില്ല എന്ന് തോന്നുന്ന ചിലരുണ്ടായിരിക്കാം. ഇത്രയും അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ മാംസം നഷ്ടമായി പോയെടുത്ത് മാംസം ഉണ്ടായി വരുമോ? ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ അറിവിന് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്.
എന്നാൽ എവിടെയാണോ നമ്മൾ പരിമിതികൾ വെച്ചിരിക്കുന്നത് അതിനപ്പുറമായി ചിലത് ചെയ്യാൻ കഴിയുന്നൊരു സ്വർഗമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെയൊരു പ്രയാസത്തോടാണ് ആയിരിക്കുന്നത്, ഒരിക്കലും നടക്കില്ല, ഒരിക്കലും അത് സൗഖ്യമാകില്ല, അല്ലെങ്കിൽ അതിന്മേൽ ഒരു വിടുതലുണ്ടാകില്ല എന്ന് ചിന്തിച്ചിട്ടാണോ ആയിരിക്കുന്നത്, ആ മേഖലയിൽ തന്നെ പൂർണ്ണമായൊരു വിടുതലിനെ തരുവാൻ കർത്താവിന് കഴിയും. അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് മണർക്കാട് നിന്നും ലിജി എന്നു പേരുള്ള ഒരു സഹോദരി, തൻ്റെ 4 വയസ്സായ മകനുണ്ടായ ഒരു അത്ഭുത സൗഖ്യമാണ്. ആ മകൻ 4 വയസ്സുവരെ അമ്മയെന്ന് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു, വേറൊരു വാക്കും സംസാരിക്കത്തില്ല. എന്നാൽ തങ്ങൾ സെൽ മീറ്റിങ്ങിൽ കൂടിയിരിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. ആ സമയം തന്നെ ആ മകന് മേലൊരു സൗഖ്യമുണ്ടായി. അന്നു മുതൽ ആ കുഞ്ഞ് സംസാരിച്ചു തുടങ്ങി. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എത്ര വലിയതാണ്! ഊമയെയും ബദിരനെയും സൗഖ്യമാക്കുന്ന, അന്ധനെ സൗഖ്യമാക്കുന്ന, മുടന്തനെ വിടുവിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. സിസ്റ്റർ, ഈ മോൻ്റെ സാക്ഷിയാണ് പറയാൻ വന്നത്. അമ്മയുടെ പേര് ലിജി എന്നാണ്, മോൻ്റെ പേര് അഖിലേഷ് എന്നാണ്. അഖിലേഷ് എന്നാണ്. മണ്ണാർക്കാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ മോന് 4 വയസ്സായി. 4 വയസ്സ് വരെയും അമ്മാന്ന് മാത്രമേ മോൻ പറയാറുള്ളൂ, അല്ലാതെ ഒരു വാക്ക് പോലും പറയാറില്ല. ശരിയാണോ സിസ്റ്റർ? ഒന്നും പറയത്തില്ലായിരുന്നു? ഇല്ല, പറയാറില്ല, സംസാരിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ പാലക്കാട് ചർച്ചിൽ ഇതുപോലെ സെൽ മീറ്റിംഗ് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം, ആഴ്ചയിൽ സെൽ മീറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ സെൽ മീറ്റിംഗ് ചെയ്തു. ആ സെൽ മീറ്റിങ്ങിൽ അമ്മ പറഞ്ഞു, അച്ചമ്മയാണ്, മോൻ്റെ അച്ചമ്മയാണ്, അച്ചമ്മ പറഞ്ഞു ഇതുപോലെ ലീഡേഴ്സിനെ പ്രാർത്ഥിക്കാൻ വന്നവരോട് പറഞ്ഞു, മോൻ ഇതുവരെ അമ്മ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മോൻ സംസാരിച്ചിട്ടേ ഇല്ല ഇതുവരെയെന്ന്. അപ്പോൾ സെൽ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞ് രാവിലെ എണീറ്റ് വന്നപ്പോൾ മോൻ സാധാരണ ഒരു കൊച്ചുങ്ങൾ സംസാരിക്കുന്നത് പോലെ ചറപറ ചറപറ എന്നാണ് സംസാരിക്കുന്ന ആളാണ്. അമ്മയെന്ന് പറയാവോ? അതുവരെ അമ്മന്ന് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു, മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയപ്പം എല്ലാ വാക്കും സംസാരിക്കും. ഇപ്പൊ എല്ലാം സംസാരിക്കും. ഇത് എത്ര നാളായി ഇങ്ങനെ സംഭവിച്ചിട്ട്? 4 വയസ്സായി. സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര? 2 മാസമായി. ഈ 2 മാസം കൊണ്ട് സാധാരണ കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ എല്ലാ വാക്കുകളും പറയും. കർത്താവ് ചെയ്തതിനെ എന്ന് കരങ്ങളെ അടിച്ച് സ്തുതിച്ചാട്ടെ. 4 വയസ്സ് വരെ അമ്മന്ന് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ഈ കുഞ്ഞ് എല്ലാ വാക്കുകളും സംസാരിക്കുമെന്ന് പറയുന്നത്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ. അടുത്തതായിട്ട് ആലുവയിൽ നിന്നും മുരളി എന്നു പേരുള്ള ഒരു ബ്രദറാണ് തൻ്റെ അനുഭവത്തെ പങ്കുവെക്കുന്നത്. ഈ ബ്രദർ പറയുന്നത് തനിക്ക് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് തൻ്റെ ഒരു സൈഡ് തളർന്നു പോകാനിടയായി. വാക്കറിലല്ലാതെ തനിക്ക് നടക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ മീറ്റിങ്ങിൽ വന്ന ആ ദിവസം തന്നെ കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം ഈ ബ്രദറിൻ്റെ മേൽ ചലിച്ചു. നോർമലായി നടക്കുവാനിടയായി. പ്രതീക്ഷകൾ എവിടെയാണോ നഷ്ടപ്പെടുന്നത് അവിടെ കർത്താവിന് ചിലത് വലിയത് ചെയ്യാനായി കഴിയും. ജീവിക്കുന്നൊരു ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത് ഒത്തിരി വലിയ കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവ് ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കുമായി നന്ദി പറയാം. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ബ്രദർ, ഈ സഹോദരൻ്റെ പേര് മുരളി എന്നാണ്. ആലുവയിൽ നിന്നാണ് ഈ സഹോദരൻ വരുന്നത്. 5 മാസങ്ങൾക്ക് മുമ്പേ ഈ ബ്രദറിന് സ്ട്രോക്ക് വന്ന കാരണം കൈയും കാലും തളർന്നു പോയി. 5 മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റിലുമായിരുന്നു. വാക്കറിലായിരുന്നു ഈ ബ്രദർ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഒക്ടോബർ മാസത്തിലെ നമ്മൾ പബ്ലിക് മീറ്റിങ്ങിൽ വന്നു പങ്കെടുത്തു. അതിന് ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വാക്കറെ എടുത്തു മാറ്റി. ബ്രദറാണ് അതെടുത്ത് വലിച്ചെറിഞ്ഞത്. ഇപ്പം വാക്കർ ഇല്ലാതെ ബ്രദറിന് നടക്കാം. ബ്രദർ എന്ന് മീറ്റിങ്ങിന് വന്നേ? സെപ്റ്റംബർ ഒക്ടോബറിൽ വന്നപ്പോ വാക്കറിലാണ്. അന്ന് എത്ര നാളായിട്ട് വാക്കറിലായിരുന്നു? 6 മാസമായിട്ട് വാക്കറിലായിരുന്നു. അന്ന് ഇവിടെ വന്നപ്പോ വാക്കറിലാ വന്നത്. അന്ന് വാക്കർ മാറ്റി. അന്ന് മുതൽ വാക്കറിലാണ് നടക്കാം. നിങ്ങളാരും കൈയടിച്ചില്ലല്ലോ, ആമേൻ പറഞ്ഞില്ലല്ലോ. ചേച്ചി വാക്കറിലല്ല, വീട്ടിൽ പോലും നടക്കത്തില്ലായിരുന്നു. എന്തുവായിരുന്നു അതിന്റെ കാരണം? തളർന്നതാണ്. ചുണ്ടൊക്കെ ഇങ്ങനെ കോടിപ്പോയി. ചുണ്ട് കൂടിപ്പോയി. ഓക്കെ, ഒരു സൈഡും തളർന്നായിരുന്നു. കൈക്ക് ബലം ഉണ്ടായി.
കൈക്ക് ബലമില്ലായിരുന്നു, അതുകൊണ്ട് നടക്കാൻ കാലിനും ഇല്ലായിരുന്നു ബലം. അപ്പൊ അതുകൊണ്ട് വാക്കറിലായിരുന്നു വീട്ടിൽ പോലും നടന്നിരുന്നത്. അന്ന് ഇവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോയപ്പോൾ മുതൽ വാക്കറില്ലാതെ നടക്കാൻ തുടങ്ങി. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുക്കാൻ കർത്താവിന് സന്തോഷമുള്ള കാര്യമോ. ബ്രദറിന്റെ പേരെന്തുവോ? മുരളി. എവിടുന്ന് വരുന്നേ? അപ്പൊ ആലുവയിൽ നിങ്ങളുടെ വീട്ടിന് ചുറ്റുപാടുള്ള ആളുകൾക്കല്ലേ ഈ കാര്യം അറിയായിരിക്കുമല്ലോ, മക്കൾക്കെല്ലാം അറിയത്തില്ലേ? സത്യമല്ലേ പറയുന്നേ? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു കാര്യം വന്ന് പറയുന്നത് വലിയ കാര്യമോ? തളർന്നു കിടന്നയാള്, വാക്കറിൽ വന്നയാള് ഇപ്പോൾ നടക്കുന്നു. ആമേൻ. ഒരു സന്തോഷത്തോടെ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. നടക്കില്ല ഏട്ടനപ്പോ? വടി വേണോ? ഒരു വശം തളർന്നു പോയോ? യേശുപിജ ഇദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് തളർന്നത് പരിപൂർണമായും സൗഖ്യമാവട്ടെ. കണ്ണടയ്ക്ക്. ഒരു വശം തളർന്നത് പരിപൂർണമായിട്ട് സൗഖ്യമാവട്ടെ. അങ്ങോട്ട് സൗഖ്യമാക്കുന്ന ശക്തി തൊടട്ടെ അപ്പ. സൗഖ്യമാക്കുന്ന ശക്തി തൊടട്ടെ അപ്പ. വെടിവെക്കുന്ന ശക്തി തൊടട്ടെ അപ്പ. വടിങ്ങ് തന്നെ. മെല്ലെ നടന്നേ. നടക്ക്. ഞാൻ പ്രാർത്ഥിച്ച് നടക്കാനാ. വാ, തിരിച്ചങ്ങോട്ട് നടക്ക്. വടിയുടെ ആവശ്യമില്ലല്ലോ. വടി എന്തിനാ? വാ, വടി വേണമെങ്കിൽ തരാം. ഒരു കുഴപ്പമില്ലല്ലോ നടക്കുന്നില്ല. ഇയാൾക്ക് വല്ല കുഴപ്പം കാണാനുണ്ടോ നിങ്ങൾക്ക്? ലോ പ്രഷർ ഞാൻ പ്രാർത്ഥിക്കാം. ചേട്ടൻ നടക്ക്. ഇവൾക്ക് വല്ല കുഴപ്പമുണ്ടോ നിങ്ങളുടെ കണ്ണില്? നിങ്ങളുടെ ഭർത്താവിന് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. വടി കൊടുക്കണോ? വേണ്ട, വടി വേണ്ട. വടിയും കുട്ടി വന്നതാ കേട്ടോ. ഒന്ന് കൈ അടിക്കാത്ത നിങ്ങള്. വടി വേണോ? വടി വേണ്ട. ആ പ്രഷർ അങ്ങ് നോർമലാകട്ടെ അപ്പ. പ്രഷർ അങ്ങ് നോർമലാകട്ടെ അപ്പ. നിങ്ങൾ പോയിക്കോളൂ, ഇത്രയും മതി. മുരളിക്ക് ഈ ദേഹത്തിന് കൊടുത്ത ദൈവിക സൗഖ്യത്തിന് നന്ദി. ഈ ആളുകള്, ചില ആളുകളെങ്കിലൊക്കെ പറയുവേ, നിങ്ങൾക്ക് പൈസ തന്നിട്ട് എങ്ങനെ പറയിപ്പിക്കുന്നത്? അങ്ങനെയാണോ? അല്ല, സത്യമായിട്ട് നിങ്ങൾക്കുണ്ടായ സത്യമായിട്ടും കിട്ടിയ സൗഖ്യം. ഓക്കെ, സന്തോഷമായിട്ട് പോയേട്ടെ. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ കണ്ട ഈ അത്ഭുതങ്ങൾ പോലെ, നിങ്ങൾ കേട്ട ഈ അനുഭവ സാക്ഷ്യങ്ങൾ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് അതിനെ റിസീവ് ചെയ്താട്ടെ. ജീവിക്കുന്നൊരു ദൈവത്തെ കൊണ്ടുവന്നാട്ടെ. അവൻ്റെ അത്ഭുതങ്ങളെ സ്വീകരിച്ചാട്ടെ. അവനിൽ വിശ്വസിച്ചാട്ടെ. ദൈവജനം പറയുന്നത്, രോഗിയായിരിക്കുന്ന ഒരുവനുമേൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അവൻ സൗഖ്യമാകുന്ന. നിങ്ങളിൽ ബലഹീനനായിരിക്കുന്ന വ്യക്തിയുടെ മേൽ കൈകൾ വെച്ചാട്ടെ. രോഗിയായിരിക്കുന്ന വ്യക്തിയുടെ മേൽ കൈകൾ വെച്ചാട്ടെ. അവരിപ്പോൾ സൗഖ്യമാകുവാനിടയാകും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഈ രാത്രിയിലുണ്ടാകട്ടെ. ഈ രാത്രിയിലുണ്ടാകട്ടെ. അവർ സൗഖ്യമാകട്ടെ അപ്പാ. വിടുവിക്കപ്പെടട്ടെ അപ്പാ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ അപ്പാ. രോഗികൾ സൗഖ്യമാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. അതേപോലെ വിവാഹം തടസ്സമായിരിക്കുന്ന ചിലരുടെ വിവാഹം നടക്കട്ടെ അപ്പാ. വിവാഹം നടക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. പുല്ലിലിറങ്ങിയാൽ അലർജി ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. പുല്ലിരിക്കുകയോ ചില പുല്ലുകൾ തൻ്റെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അലർജി ഉണ്ടാകുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവെ, അത്ഭുതങ്ങളെ ചെയ്യുന്ന, ഐ മീൻ സംസാരിക്കുമ്പോൾ കൊത്തയുള്ള നോർമൽ ആളുകൾ പോലെ സംസാരിക്കാൻ കഴിയാത്തൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ആ വ്യക്തിയുടെ സംസാരത്തിന്മേലല്ല സൗഖ്യമുണ്ടാകുന്നത്, തൻ്റെ ശരീരത്തോട് ബന്ധിക്കപ്പെട്ട് ചില വേദനകളുണ്ട്. ഐ മീൻ ആ ഭാഗത്തുള്ള വേദനയെ കർത്താവ് എടുത്ത് മാറ്റുന്നത് കാണാം. കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. അപ്പോൾ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നോർത്ത് നന്ദി. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ സൗഖ്യത്തെ പകരുന്നോർത്ത് നന്ദി.
സ്വർഗീയ പിതാവയോടും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അത്ഭുതങ്ങളിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.